ഇപ്പോൾ നമ്മൾ ചെയ്തത് ഞാൻ അങ്ങോട്ട് പോയത് അതിനകത്ത് പോയി ഇറങ്ങുകയായിരുന്നു. അതിനകത്ത് നമ്മൾ ആക്ച്വലി ആ ഏരിയയിൽ തന്നെ ഓൾമോസ്റ്റ് താഴെ പോയിട്ടാണ് ഇപ്പോൾ വന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ്. 2 മലകളുടെ ഇടയിലുള്ള സ്ഥലമാണ്. ഫിസിക്കലി ഇനക്സസിബിൾ ആണ്. ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ആ ഭാഗത്ത് ആ വാട്ടർഫോൾസ് വന്ന് വീണതിന് ശേഷം താഴെയുള്ള ആ ഒരു നമുക്ക് നേരെ കയറാൻ പറ്റുന്നുണ്ട്. ആ ഭാഗത്താണ് പോയി നോക്കിയത്. അവിടെ ഏതാണ്ട് 3 മുതൽ 4 കിലോമീറ്റർ വരെ കവർ 6 കിലോമീറ്റർ സ്ട്രെച്ചാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് വരെയാണ്ട് 3 മുതൽ 4 കിലോമീറ്റർ സ്ട്രെച്ച് കവർ ചെയ്തിട്ടെന്ന് പറഞ്ഞ് ആ ഭാഗത്തൊന്നും ബോഡി ഉള്ളതായിട്ട് കാണുന്നില്ല. മാത്രമല്ല വെള്ളം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും വിസിബിൾ ഉണ്ടോ. മുകളിൽ നോക്കുമ്പോൾ തന്നെ ഒന്നും അങ്ങനെ വിസിബിളായിട്ട് കാണുന്നില്ല. പിന്നെ അതിനകത്തൂടെ പിന്നെ ഫർദർ ഏരിയക്കകത്ത് നമുക്ക് ഹെലികോപ്റ്ററുകൾ പോകാൻ പറ്റില്ല. അത് അപകടമാണ്. എന്നാലും ഇപ്പോൾ നോക്കുമ്പോൾ വാട്ടർ ലെവൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ബോഡി ഉണ്ടെങ്കിൽ മുകളിൽ കാണേണ്ടതാണ്. സോഫാർ അവിടെ കണ്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയെങ്കിൽ 3 കിലോമീറ്റർ കൂടെ നമ്മൾ നേരത്തെ ആസൂത്രണം ചെയ്ത പദ്ധതി പ്രകാരമാണെങ്കിൽ തിരയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ കൂടുതൽ അംഗങ്ങളെ ഇറക്കിയുള്ള പരിശോധനയാണോ ആലോചിക്കുന്നത്? ഇല്ല, അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ അംഗങ്ങൾ കുഴപ്പമൊന്നുമില്ല. അംഗങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷം അവർക്കറിയാം പോയ ഫീൽഡിൽ ആൾക്കാർ പറയുന്നത് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ നോക്കിയതിന് ശേഷം നാളെ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ മീറ്റിങ്ങിൽ തീരുമാനിക്കും. ഇന്ന് പോയ കമാൻഡേഴ്സുമായി ഒരു ചർച്ച ആവശ്യമാണ്. അല്ല, അവർ പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ അവിടെ വലിയ ഇതില്ല. കമാൻഡർ മാത്രമല്ല, എൻ്റെ ക്യാപ്റ്റനുണ്ട്. ഒരു ആർമിയുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ചിട്ടുള്ള ആർമിയുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. 2 ഫോറസ്റ്റ് ഗാർഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്തതിനു ശേഷം തീരുമാനിക്കും. മന്ത്രിതല സമിതിയുടെ യോഗത്തിലായിരിക്കും വൈകുന്നേരം അവരുടെ മീറ്റിംഗ് തീരുമാനിച്ചിട്ട് അവരെന്താ പറയുന്നത് വീണ്ടും പോകണമെങ്കിൽ വീണ്ടും പോകും, അല്ലെങ്കിൽ അനുസരിച്ച്